ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ് ആപ്പ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു 3D ഫ്രെയിം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ A4 സൈസ് ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ A4 സൈസിലാക്കിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബേസ് കൊടുക്കുന്നത് ഒരു വൈറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ആവശ്യമില്ല, നമുക്ക് നോർമലി നമ്മുടെ A4 സൈസ് ഷീറ്റോ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, A4 സൈസിലുള്ളത്. ഇതിൻ്റെ ആവശ്യമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് A4 ഷീറ്റോ വേറെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇനി ഈ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ 2 ഫോട്ടോ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് ഗിഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഡ്സും 1-2 സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ A4 സൈസിൽ പ്രിൻ്റ് എടുത്തതാണിത്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3D ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. കട്ടിയുള്ളത് എടുക്കാം. ഇനി മറ്റതൊക്കെ ഒട്ടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ പോലുള്ള ഗ്ലൂ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയില്ലാത്ത ഡബിൾ സൈഡ് ടേപ്പും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എവിടെയായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു വിൻറ്റേജ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഫുൾ വൈറ്റ് അല്ലേ, അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സും ഏകദേശം ആ ഒരു വൈറ്റ് ടോൺ വരുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ ആ കളറൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല അടിപൊളി ഒരു ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് എന്താ പറയുക, നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നൊരു കവർ ഉണ്ടാവില്ലേ, അതിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെയുള്ള നല്ലൊരു കളറിൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് അതല്ലാതെ പിന്നെ ഞാൻ ഇതുപോലെ ജൂട്ടിൻ്റെ ഒരു ചെറിയ റോള്, അതിനൊരു ഷീറ്റും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളും കൂടി കൂട്ടിയിട്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി കേട്ടോ. നമുക്കൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിക്കുമ്പോൾ സിമ്പിളായിരിക്കും. ജസ്റ്റ് ഈ ഷീറ്റ് പീൽ ഓഫ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ കട്ടിയില്ലാത്ത
ഡബിൾ സൈഡും ഒന്ന് പിന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു 3D എഫക്റ്റ് കിട്ടണം എന്നുള്ളത് കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പുമാണ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇതിൻ്റെ താഴെ ഈ ഒരു കോർണറിലാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ ഒരു കോർണറിൽ. ദെൻ അതുപോലെ തന്നെ ഞാൻ ആ കവറിൻ്റെ ഇതിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതിനുള്ളിലേക്ക് ആക്കി വെക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് പിന്നെയുള്ള നമ്മുടെ ബാക്കി ഷീറ്റിൽ നിന്നും ഞാനൊരു പീസ് കീറിയെടുക്കണം. നമ്മളെപ്പോഴും കീറുമ്പോൾ കത്രിക കൊണ്ട് ഒന്ന് യൂസ് ചെയ്യരുത്. നോർമലായിട്ട് നമ്മൾ നമ്മുടെ കൈ വെച്ച് തന്നെ കീറിയാൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. കീറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുകളിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ തോന്നുന്നത് ആ രീതിയിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിന് പ്രത്യേകം ഒരു ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ആ ജൂട്ടിൻ്റെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ക്രോസ് ആയിട്ടാണ് ഞാൻ ഓൾവേസ് ഫോർ എവർ എന്നുള്ള ഈ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക, ദെൻ വീണ്ടും ഒട്ടിക്കുക. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് മടുക്കും. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് ഫോട്ടോസാണ് കേട്ടോ. നമുക്ക് എത്ര ഫോട്ടോസാണോ ഉള്ളത് ആദ്യം ഫോട്ടോസ് ഒട്ടിക്കുക. പിന്നെ 3D ആയിട്ട് കൊടുക്കാനുള്ളത് ഓക്കെ പിന്നെ ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് വരുമ്പോൾ ഫോട്ടോസിന് ഓവർലാപ്പ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫോട്ടോസ് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ച് വെക്കുക. ദെൻ നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വരും. ഓക്കെ, നോർമലി ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതിലും നല്ല അടിപൊളിയായിരിക്കും. നമുക്കിഷ്ടപ്പെട്ട ക്യാപ്ഷൻസും സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് മാരേജിനായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ എന്തെങ്കിലും ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ആനിവേഴ്സറി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന ഗിഫ്റ്റിന് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഫീൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ ഓരോന്നായിട്ട് ഒട്ടിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഗ്രീൻ അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കോമ്പിനേഷനൊക്കെ വരുമ്പം ശരിക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഫ്രെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3D ഫ്രെയിംസ് കിട്ടും. 3D ഫ്രെയിംസ് യൂസ് ചെയ്യാം വേണം എന്നുള്ളവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫ്രെയിം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഫ്രെയിംസിൻ്റെയൊക്കെ നമുക്ക് എന്താണ് എല്ലാ ടൈപ്പും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഷീറ്റിൻ്റെ ഫ്രെയിം ആണെങ്കിലും പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് വല്ലാണ്ട് ഈ വശത്തേക്കൊന്നും ഒട്ടിക്കാതിരിക്കുക. കാരണം നമ്മുടെ ഫ്രെയിമിനുള്ളിലാവുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോക്കിയിട്ട് വേണം നിങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം സെക്യൂർ ആയിരിക്കും. പിന്നെ നമ്മൾ പറിച്ചെടുത്തിട്ട് വീണ്ടും ഒട്ടിക്കാമെന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഒരു തവണ ഒട്ടിച്ചിട്ട്
ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാക്സിമം തിരിച്ച് പറിച്ചെടുക്കാതിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇത് ഞാൻ ഒരൊറ്റ സ്റ്റിക്കറായിരുന്നു, അതിൽ ഞാൻ ഇതുപോലെ ഓരോ ലൈൻസ് പോലെ കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു ചെറിയ സ്റ്റിക്കറും കൂടി ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രെയിമിൻ്റെ സെറ്റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രെയിം എടുത്തിട്ട് നമുക്കിത് ഫ്രെയിമിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഏത് ഷീറ്റിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആ ഷീറ്റ് ആദ്യമേ നിങ്ങൾ ഫ്രെയിമിലൊന്ന് വെച്ചിട്ട് നോക്കണം. ഓക്കെ ആണോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചതൊക്കെ നമ്മൾ വീണ്ടും പറിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ 3D ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷീറ്റ് ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഫൈനലി നമ്മുടെ ഫ്രെയിം വന്നിട്ടുള്ളത്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്രെയിം വരുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ കമൻസും കാര്യങ്ങളും നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇതുപോലുള്ള ഫ്രെയിംസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.